തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പോടുകൂടി മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ പേരാമ്പ്ര മണ്ഡലത്തിലാണുള്ളത്. CPM-ന്റെ വലിയ നേതാവ് TP രാമകൃഷ്ണനൊപ്പം മുസ്ലിം ലീഗിലെ ഏറ്റവും പുതുമറക്കാരിയായ ഫാത്തിമ തഹ്ലിയുമാണ് മത്സരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? ഗംഭീരല്ലേ? ഗംഭീര. വാശിയുള്ള പോരാട്ടമാണോ ഇത്തവണ? അല്ലാണ്ട് എന്താ വാശി വേണ്ടേ? തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വാശിയാണ്. വാശി വേണം നേരം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരാണ് ജയിക്കാൻ സാധ്യത? ഇവിടെ TP രാമകൃഷ്ണൻ ജയിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ പേരാമ്പ്ര മണ്ഡലത്തിൽ ഒരുപാട് വികസനങ്ങൾ TP രാമകൃഷ്ണൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ ജയിക്കുന്നേ പറയുന്നത്. അദ്ദേഹം സാധ്യതയാണ് കാണുന്നത്. പേരാമ്പ്ര ആസ്പത്രി, ഇപ്പൊ അവിടെ പേരാമ്പ്ര ആസ്പത്രിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പേരാമ്പ്ര ITI, അങ്ങനെ ഒരുപാട് വികസനങ്ങൾ TP രാമകൃഷ്ണൻ കൊണ്ടുവന്നിട്ടുണ്ട്. വികസനം ബൈപ്പാസ്, വികസനം നോക്കുക വെച്ചാൽ TP രാമകൃഷ്ണൻ ജയിക്കണം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ആവേശം? നല്ല ആവേശം തന്നെയാണ്. ഉഷാറായോ? ഉഷാർ തന്നെയാണ്. സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. സ്ഥാനാർത്ഥികൾ കുഴപ്പമില്ലാത്ത 3 സ്ഥാനാർത്ഥികളുള്ളത്. ആരാ ജയിക്കാൻ സാധ്യത? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭരണവിരുദ്ധ വികാരം ഒരുപാടുണ്ട്. പിന്നെ വികസനത്തിന്റെ പറഞ്ഞതിനോട് വികസനത്തിന്റെ ചില കാര്യങ്ങളിൽ ഇവിടെ ചെയ്തിട്ടുണ്ടില്ല എന്നുള്ളത് പറയുന്നില്ല. പക്ഷെ ഭരണവിരുദ്ധ വികാരമാണ്. നികുതികള്, അനവധി നികുതികളെല്ലാം കൂട്ടി. അപ്പം തന്നെ ഞങ്ങളെ ഓട്ടോറിക്ഷയെ സംബന്ധിച്ചിടത്തോളം 15 വർഷമുള്ള വണ്ടി ഒഴിവാക്കിയിട്ട് ഒരു പുതിയ വണ്ടി എടുത്തിട്ട് ഇപ്പം പിന്നെ 7 മാസം അല്ല 6 മാസം നീട്ടിക്കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നില്ല. ഞങ്ങളൊക്കെ വണ്ടി വിറ്റുവല്ല, 15 കൊല്ലം കൊണ്ട് ഒഴിവാക്കിയ വണ്ടിയല്ല. അപ്പൊ ഞാനെല്ലാം വല്ലാത്തൊരവസ്ഥയിലായി പോയി കയറുന്നത്. അപ്പൊ അത് കോവിഡിന്റെ കാലത്തും അടക്കം നീട്ടിക്കൊടുക്കാണ്ട് ഇപ്പൊ അത് പിന്നെ 6 മാസം ഇപ്പം 5 വർഷം ഇപ്പം നീട്ടിക്കൊടുത്ത്. അപ്പൊ അതിനൊക്കെ ഞങ്ങൾ വല്ലാത്ത ഏറിയാക്കി ഈ സർക്കാരിന്റെ കൊണ്ട്. അപ്പൊ അത് പേരാമ്പ്രയിൽ ആർക്കാ ഗുണം ചെയ്യാം? പേരാമ്പ്രന്റെ കാര്യം ഇപ്രാവശ്യത്തെ നമുക്ക് പറയാനാകില്ല. ആരും ജയിക്കാം. കട്ടക്കട്ടയോ നന്നായിട്ട് പോകുന്നു. സ്ഥാനാർത്ഥികൾ 2-3 പേരുണ്ട്. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ? നല്ല സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ. ആരാ ജയിക്കാൻ സാധ്യത നിലവിൽ? TP തന്നെ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതെ, തീർച്ചയായും ജയിക്കും. എന്താ കാര്യം വീണ്ടും ജയിക്കുന്ന? വികസനം തന്നെ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പുതിയ സ്ഥാനാർത്ഥിയൊക്കെയാണ് വരുന്നത് UDF-ന്റെ. അതെ, അവർക്കൂടെ പരിചയമില്ലാത്ത ഒരാളാണ്, പുതിയ ആളാണ്. പക്ഷേ വിജയം ഇടതുപക്ഷം തന്നെയായിരിക്കും. ചേട്ടാ, ഇലക്ഷനൊക്കെ എവിടെ വരെ? സ്ഥാനാർത്ഥികളൊക്കെ ആയി അല്ലേ? ആരാ ജയിക്കാൻ സാധ്യത പേരാമ്പ്രയില്? സാധ്യത ഇപ്പൊ ഒന്നും പറയാനാകില്ല. കട്ടക്കട്ടയാ? അടിപൊളി ഇലക്ഷനാണ്. സ്ഥാനാർത്ഥികളൊക്കെ അടിപൊളിയാണ്. ആരാ ജയിക്കാൻ സാധ്യത? കട്ടക്കട്ടയാ? TP ജയിക്കും. കുറെ നാളായി TP തന്നെ ജയിക്കുന്നത്. കൊറേ കാലം TP ആണല്ലോ ജയിക്കുന്നത്. TP തന്നെ ജയിക്കണമെന്നാണ് എന്റെ മനസ്സിലൊരാഗ്രഹം. ചേച്ചി, ആരാ ജയിക്കാൻ സാധ്യത? അറിഞ്ഞൂടാ. കഴിഞ്ഞോണൊക്കെ വോട്ട് ചെയ്തായിരുന്നോ? കഴിഞ്ഞോണ ചെയ്തോര് ജയിച്ചോ? ചെയ്തോല് ജയിച്ചില്ല. അപ്പൊ ഇത്തവണ ജയിക്കും തോന്നുന്നു. ജയിക്കൂ. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥി? സ്ഥാനാർത്ഥി അടിപൊളിയാ. ചെറുപ്പക്കാരിയാണ് അല്ലേ? ഫാത്തിമ ജയിക്കുമെന്നാ തോന്നുന്നേ? ഫാത്തിമ ഞാൻ പറഞ്ഞില്ല. BJP-യാ? ജയിക്കൂ. എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? ഇലക്ഷൻ എങ്ങനെ ചൂടായി വരുന്നു. സ്ഥാനാർത്ഥികളൊക്കെ ആയി അല്ലേ? സ്ഥാനാർത്ഥികളായി. ആർക്കാണ് ജയിക്കാൻ സാധ്യത? ഇത് ശക്തമായിട്ട് ഇടതുപക്ഷ വേരോട്ടമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം TP ആണ് ജയിക്കാൻ സാധ്യതയില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ കുറച്ച് പക്ഷേ തിരിച്ചടി ആയില്ലേ പേരാമ്പ്ര? പഞ്ചായത്തില് മൊത്തം നോക്കുമ്പോൾ വോട്ടിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമില്ല. കുറഞ്ഞ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പല പഞ്ചായത്തും പോയത്. അത് പേരാമ്പ്ര TP-ക്ക് തന്നെയാണ് സാധ്യത. ഓക്കെ, വോട്ടിങ്ങനെ പോകുന്നു. സ്ഥാനാർത്ഥികളൊക്കെ ആയി അല്ലേ? സ്ഥാനാർത്ഥികളൊക്കെ ആയി. ആര് ജയിക്കാൻ സാധ്യത? ജയിക്കണമെന്നുള്ള ആഗ്രഹം ഇവിടെ ഫാത്തിമയാണ് ജയിക്കാൻ ആഗ്രഹം. ഏത് പാർട്ടിന്റെ ആള്? ഏത് പാർട്ടിക്കാരൻ ജയിക്കണമെന്ന്? കോൺഗ്രസ് ജയിക്കണം എന്റെ കോൺഗ്രസിന് ഫാത്തിമ. ചെറുപ്പക്കാരിയാണ് വന്നേക്കുന്നത്. അതെ, ചെറുപ്പക്കാരിയാ. അതുകൊണ്ട് ഉഷാറാണ്. ഒന്ന് ഉഷാറാണ്. യുവത്വല്ലേ, അങ്ങനെ മുന്നോട്ട് വരട്ടെ. കോൺഗ്രസ് പക്ഷേ സ്ഥാനാർത്ഥികളൊക്കെ വൈകിയല്ലോ മൊത്തത്തിൽ. അതൊന്നും കുഴപ്പമില്ല. സ്ഥാനാർത്ഥി വൈകി വന്നോട്ടെ. ജയിക്കാനും വോട്ടൊരിക്കലല്ലേ ഉള്ളൂ. ഇലക്ഷൻ ഒറ്റ പ്രാവശ്യമല്ലേ ഉള്ളൂ. സ്ഥാനാർത്ഥികൾ വൈകി വന്നാലും കുഴപ്പമില്ല. സുധാകരനൊക്കെ മത്സരിക്കണമെന്ന് പറഞ്ഞു വന്നിരുന്നു. പക്ഷേ സുധാകരനൊക്കെ ഇപ്പൊ അനുകൂലമായിട്ട് വന്നില്ലേ? കൊടുക്കണമായിരുന്നോ സീറ്റ്? അതോ ഇല്ല, വേണ്ടായിരുന്നു. ചെറുപ്പക്കാർക്ക് കൊടുക്കട്ടെ. പുതിയ ആൾക്കാർക്ക് കൊടുക്കട്ടെ.
ഇന്ന് ഒരേ ആൾക്കാർ നിന്നാ പോരല്ലേ? എന്നും ഒരേ ആൾക്കാർ വേണ്ട. ചേട്ടാ എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ ഇവിടെ വരെ? ഇലക്ഷനൊക്കെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? പേരാമ്പ്ര ആര് ജയിക്കും? പേരാമ്പ്ര ടി പി രാമകൃഷ്ണൻ. ആണോ? അത് പക്കയല്ലേ. രണ്ടാമത് ആലോചിക്കണ്ട? ഉണ്ടാവും ആലോചിക്കണ്ടേ. ഇവരെ സ്ഥാനാർത്ഥികളൊന്നും ഇതായിട്ടില്ല. അതൊക്കെ തന്നെ നമ്മൾ കാണുന്നല്ലേ. പിന്നെ തട്ടിമുട്ടിയെല്ലാം വരുമ്പോഴേക്കെല്ലാം ഇവിടെ പ്രചരണമൊക്കെ 2ാം റൗണ്ട് നടന്നു കഴിഞ്ഞു. ആദ്യം ഒന്നും ഇവിടെ മെനഞ്ഞാന്നൊരു റോഡ് ഷോ മാത്രമേ നടന്നിട്ടുള്ളൂ. എന്നാലേ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളതല്ലല്ലോ. വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതല്ലേ. നമ്മുടെ നാട്ടുകാരനല്ലേ. മറ്റേ നാട്ടുകാരനല്ലല്ലോ. 100%. എങ്ങനെ പോകുന്നു? ആർക്കാ സാധ്യത പേരാമ്പ്രയില്? അത് ടി പി തന്നെ എന്താ ടി പി ഇഷ്ടമാണോ? ജയിക്കും. ടി പി കുറെ നാളായില്ലേ ജയിക്കുന്നത്? ടി പി ഇപ്രാവശ്യം ജയിക്കും. 1 വർഷത്തോടും കൂടി തന്നെ ജയിക്കും. ഈ യുവ സ്ഥാനാർത്ഥികളൊന്നും വന്നിട്ട് ലക്ഷ്യമില്ല. അങ്ങനെയാ തോന്നുന്നത്. നിങ്ങളൊക്കെ എന്താ തോന്നുന്നത്? ഇടതുപക്ഷം വരട്ടെ, ടി പി ജയിക്കും. ടി പി ജയിക്കും. ടി പി കഴിഞ്ഞ കുറെ നാളായിട്ട് കുറെ ജയിച്ചു വരുന്ന ആളല്ലേ? അല്ല, അവര് ജയിക്കട്ടെ. എന്താ കാര്യം? ടി പിയുടെ പ്രത്യേക ഇഷ്ടമുണ്ടോ? അയക്കെങ്ങനെയാ? ജയിക്കട്ടെ, ടി പി ജയിക്കട്ടെ, ഇടതുപക്ഷം വരട്ടെ. ജയിക്കുന്ന തോന്നേ? ടി പി. ടി പി എന്താ ടി പി ജയിക്കാൻ കാരണം? ടി പി വരട്ടെ. ടി പി ആണ് ഇഷ്ടം. എങ്ങനെയുണ്ട് ഇലക്ഷന്റെ ആവേശമൊക്കെ? എങ്ങനെയായി ഇലക്ഷന്റെ ആവേശം? വളരെ ശക്തമായ പോരാട്ടം പേരാമ്പ്രയിൽ നടക്കുന്നുണ്ട്. പേരാമ്പ്ര 1,14,00,000 റുപ്യ മുടക്കിയിട്ട് ഒരു ബസ് സ്റ്റാൻഡ് നവീകരിച്ചിട്ട് ഒരു മൂത്രം ഒഴിക്കാനുള്ള സംവിധാനമില്ല. ഒരു മൂത്രപ്പുരയില്ല, കക്കൂസില്ല, അങ്ങനത്തെ യാതൊരു സംവിധാനവും ഇല്ല. അഴിമതി നിറഞ്ഞൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയത്. ബൈപ്പാസിലൂടെ യാത്ര ചെയ്യാൻ വാഹനക്കാർ തയ്യാറാകുന്നില്ല. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പേരാമ്പ്ര ടൗണിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതി നിറഞ്ഞൊരു സംവിധാനം ഇവിടെ നിലവിൽ ഉണ്ടായിരുന്നത്. അത് മാറണം. മാറ്റം നിർബന്ധമാണ്. UDF ജയിക്കണം. ശക്തമായ ഭരണമാറ്റം ഉണ്ടാവും. സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി ശക്തമായ ഒരു പോരാളിയാണ്. ഫാത്തിമ തെഹലിയ. നല്ല വിദ്യാഭ്യാസവും നല്ല കഴിവുള്ളൊരു മുസ്ലിം സ്ത്രീയാണ്. അവരെ തെരഞ്ഞെടുക്കപ്പെടണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക്. ടി പി എങ്ങനെയുണ്ട്? ടി പിന്റെ പ്രവർത്തനമാണ് ഇവിടെ കണ്ടില്ലേ. നിങ്ങളെ കൺമുമ്പിൽ കാണുന്ന സാധനം 1,14,00,000 റുപ്യ മുടക്കിയതായത്. ഇതിന് ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മഴ തോരാതെ നിൽക്കാനാകില്ല. ഇതിന്റെ അകത്ത് മുഴുവൻ വെള്ളം ഇതിന്റെ ഉള്ളിലേക്ക് കയറും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ മാറണം. ഇതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ശക്തമായ ഭരണമാറ്റം ഉണ്ടാവണം. ഭരണമാറ്റം ഉണ്ടായേ മതിയാവും. എങ്ങനെയുണ്ട് ഇലക്ഷന്റെ? ഇലക്ഷന് ഒന്ന് ചൂടായി വരുന്നില്ലേ ഉള്ളൂ. സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥികളെല്ലാം ടി പി കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ചാണ്. പിന്നെ UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ സുപരിചിത ഒന്നും അല്ല, കോഴിക്കോടുള്ള ആളാണ്. BJPയുടെ N മോഹനൻ മാസ്റ്ററാണ് ഉയിപ്പത്തുള്ളത്. അവരാണ് സ്ഥാനാർത്ഥികൾ. ആരാ ജയിക്കാൻ സാധ്യത? സ്ഥാനാർത്ഥി വിജയ സാധ്യത കുറവാണെങ്കിലും മോഹനൻ മാസ്റ്ററെ വിജയിപ്പിക്കാനുള്ള പരമാവധി പ്രവർത്തനം സ്വയം സേവകരും പാർട്ടി പ്രവർത്തകന്മാരും ചെയ്യും. BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. BJPന്റെ ഭാഗത്തുനിന്നുണ്ടാവും. വോട്ട് മെച്ചപ്പെടുത്തും എന്തായാലും. വോട്ട് 2 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനം നിലവിലെ ഒരു 6 മാസം മുമ്പേ ചെയ്ത് കഴിഞ്ഞു. പിന്നെ പൊതുവായ ഒരു ട്രെൻഡ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട്. പൊതുജന എല്ലാരും BJPയിലേക്ക് പോരുവാണല്ലേ? CPM തീർച്ചയായിട്ടും BJPയിലേക്ക് വരെയുള്ള സാഹചര്യങ്ങളാണ് കൂടുതലുള്ളത്. കാരണം കേന്ദ്ര വികസന നേട്ടങ്ങളെല്ലാം കണ്ടറിയുന്നവരാണ് വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ. അവർ സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. 10-14 വർഷമായി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കെ സുധാകരൻ വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഒരു പ്രതീക്ഷ ഒന്നുമില്ല. അവരെ രാഷ്ട്രീയ കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് ആണല്ലോ. അവർ ആ ഇലക്ഷന്റെ സമയത്തുണ്ടാകുന്ന ചില ചൂട് വാർത്തയല്ലാതെ സ്വാഭാവികമായിട്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇവിടെ TP തന്നെയാ ജയിക്കാൻ സാധ്യത. എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ 3-4 പ്രാവശ്യങ്ങളായിട്ട് നിലവിലുള്ള MLA ആണ്. വികസന പ്രവർത്തനം നല്ല രീതിയിൽ. അതിൽ TPന്റെ ഭരണ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബൈപ്പാസാണ്. ഒരുപാട് യാത്രാക്ലേശമെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ താലൂക്ക് ആശുപത്രി കല്ലോട്ടുള്ള അതെല്ലാം ഒരുപാട് വികസന പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്തിനായാലും ഈ പ്രാവശ്യം TP തന്നെ ജയിക്കുക. അതിൽ വേറൊരു സംശയമില്ല. ഫാത്തിമ ആളുകൾക്ക് അറിയില്ല. ഫാത്തിമ ഇവിടെയൊന്നുള്ള ആളല്ലല്ലോ, ഒരു പരിചയമില്ല. ഇലക്ഷൻ നടന്നു വരുമല്ലേ, ആയില്ല, ഡേറ്റ് ആയില്ല. സ്ഥാനാർത്ഥികളൊക്കെ ആയി. സ്ഥാനാർത്ഥികൾക്ക് ആർക്കാണ് ഇവിടെ സാധ്യത? സാധ്യത TPക്ക്. എന്താ TP ഇവിടുത്തെ തന്നെ ആയതുകൊണ്ടാണോ അതോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണോ? ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട്.
ഈ മറുപക്ഷത്ത് യുവതലമുറയിലെ സ്ഥാനാർത്ഥിയാണുള്ളത്. അത് ഇവിടുത്തെ ആളല്ലല്ലോ, പിന്നെ ഇവിടുത്തെ ആളല്ല. ഇവിടുത്തുകാരെ നോക്കിയേ ചെയ്യുള്ളൂ. അല്ലാണ്ട് TPക്ക് പൊതുവില് എല്ലാ പഞ്ചായത്തും നിയമസഭയിലെ എല്ലാ പഞ്ചായത്തും അറിയാം, എല്ലാ ജനങ്ങളും അറിയാം. വികസന പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് 10 കൊല്ലം കൊണ്ട്. അപ്പോൾ നിങ്ങൾ തൃപ്തിയാണ്? തൃപ്തിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.